സാക്ഷി തുടങ്ങുന്നു. ആദ്യം ഫസ്റ്റ് റിപ്പോർട്ട്. ചിന്നക്കനാൽ ഇരട്ടക്കൊലക്കേസിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിയെന്ന് സംശയിക്കുന്ന ബോബിൻ ഒളിവിൽ കഴിയാൻ സൗകര്യമൊരുക്കിയ ശാന്തമ്പാറ കറുപ്പൻ കോളനി സ്വദേശി ഇസ്രവേൽ, ഭാര്യ കപില എന്നിവരാണ് പിടിയിലായത്. ബോബിനെ കണ്ടെത്താൻ 3 സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം നടത്തുന്നതെന്ന് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി. കഴിഞ്ഞ 13-നാണ് നടുപ്പാറ റിതംസ് ഓഫ് മൈ മൈൻഡ് റിസോർട്ട് ഉടമ രാജേഷ്, ജോലിക്കാരനായ മുത്തയ്യ എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഡ്രൈവർ കുരുവിള സിറ്റി സ്വദേശി ബോബിൻ രാജേഷിന്റെ കാറും എസ്റ്റേറ്റ് സ്റ്റോറിൽ സൂക്ഷിച്ചിരുന്ന ഏലക്കായും അപഹരിച്ച് കടന്നുകളഞ്ഞതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് ഇയാളെ പിടികൂടുന്നതിനു വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് ബോബിന് ഒളിവിൽ താമസിക്കാൻ സ്വന്തം വീട്ടിൽ സൗകര്യമൊരുക്കിയ ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ശാന്തമ്പാറ ചേരിയാർ കറുപ്പൻ കോളനി സ്വദേശി ഇസ്രവേൽ, ഇയാളുടെ ഭാര്യ കപില എന്നിവരെ ശാന്തമ്പാറ CI ചന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. തുടർന്ന് ഇടുക്കി SP വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ ബോബിന് ഒളിവിൽ താമസിക്കുന്നതിന് സൗകര്യമൊരുക്കിയതിന് പ്രതിഫലമായി 25,000 രൂപ കൈപ്പറ്റിയെന്നും മോഷ്ടിച്ച വാഹനം മുരുക്കുംതൊട്ടി പള്ളിക്ക് സമീപം ഉപേക്ഷിക്കുന്നതിനും ബോബിന് ചികിത്സ ലഭ്യമാക്കുന്നതിനും സഹായിച്ചിരുന്നതായി ദമ്പതികൾ മൊഴി നൽകി. അറസ്റ്റ് രേഖപ്പെടുത്തിയ ഇരുവരെയും അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം നടുപ്പാറയിലെ റിസോർട്ടിൽ പോലീസ് നടത്തിയ തിരച്ചിലിൽ 2 തോക്കുകൾ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഈ തോക്കുകൾ സമീപകാലത്ത് ഉപയോഗിച്ചതിന്റെ സൂചനകളില്ലെന്നും നീളം കുറഞ്ഞ ഒരു തോക്കായിരിക്കണം കൊലയ്ക്ക് ഉപയോഗിച്ചതെന്നുമാണ് പോലീസിന്റെ നിഗമനം. ഒളിവിൽ കഴിയുന്ന ബോബിനെ പിടികൂടിയാൽ മാത്രമേ ഇരട്ടക്കൊലപാതകത്തിന് ചുരുളഴിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും പോലീസ് കൂട്ടിച്ചേർത്തു. ഇടുക്കി SP KB വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ 3 സ്ക്വാഡുകളായി തിരിച്ചാണ് പ്രതിക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയത്. ഷാഡോ ടീമും 3 DYSP സുനീഷ് ബാബു, രാജക്കാട് SI അനുമോനും അടങ്ങുന്ന ഒരു സംഘവും ശാന്തമ്പാറ CI ചന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു സംഘവും പ്രത്യേക സ്ക്വാഡിലുണ്ട്. ഏറ്റവും അടുത്ത ദിവസം തന്നെ പ്രതിയെ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളതെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. നാടിന് നടുക്കിയ സൂര്യ കൊലക്കേസിൽ വിചാരണ ഉടൻ തുടങ്ങും. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ ഈ മാസം 18-നാണ് വിചാരണ ആരംഭിക്കുക. മൂന്ന് വർഷം മുൻപ് നാടിനു നടുക്കിയ ആറ്റിങ്ങൽ സൂര്യ വധക്കേസിന്റെ വിചാരണയാണ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ ഈ മാസം 18-ന് തുടങ്ങുന്നത്. പിരപ്പൻകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായിരുന്നു വെഞ്ഞാറമ്മോട് പാലാങ്കോണം സൂര്യാഭവനിൽ സൂര്യ S. നായർ. ആറ്റിങ്ങൽ നഗരമധ്യത്തിൽ വെച്ചാണ് സൂര്യ അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. വെഞ്ഞാറമ്മോട് YAT ഷൈനി ഭവനിൽ PS ഷിജുവാണ് സൂര്യയെ വകവരുത്തിയത്. ദൃക്സാക്ഷികൾ ആരുമില്ലാതിരുന്ന സംഭവത്തിൽ വിസ്താരത്തിനായി കേസിലെ ആദ്യ 4 സാക്ഷികൾക്ക് സമൻസ് അയക്കാൻ തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവിട്ടിരുന്നു. കൊലപാതകം നേരിൽ കണ്ടവരാരുമില്ലെങ്കിലും കൃത്യത്തിന് തൊട്ടുമുൻപ് ഇരുവരും ഒന്നിച്ചു പോകുന്നതും രക്തക്കറ പുരണ്ട വസ്ത്രങ്ങളുമായി ഷിജു ഓടി രക്ഷപ്പെടുന്നതും ഉൾപ്പെടെയുള്ള സംഭവവുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകളും മൊഴികളും നൽകിയവരെയാണ് അന്വേഷണ സംഘം സാക്ഷിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ജനുവരി 27 രാവിലെ 10-ന് ആറ്റിങ്ങൽ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ ചെറിയ റോഡിലായിരുന്നു സംഭവം. ഷിജു കൃത്യത്തിന് 3 മാസം മുൻപാണ് സൂര്യയെ പരിചയപ്പെടുന്നത്. സൂര്യ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയ്ക്കെത്തിയതോടെയാണ് ഇരുവരും പ്രണയത്തിലായത്. കൊലപാതകത്തിന് 3 ദിവസം മുൻപ് ഷിജു സൂര്യയുടെ വീട്ടിലെത്തി വിവാഹാലോചന നടത്തിയിരുന്നു. എന്നാൽ യുവതിക്ക് രക്ഷാകർത്താക്കൾ വേറെ വിവാഹാലോചനകൾ നടത്തുന്നുവെന്നറിഞ്ഞത് ഷിജുവിനെ അസ്വസ്ഥനാക്കി. ആശുപത്രിയിൽ തനിക്കൊപ്പം ജോലി ചെയ്യുന്ന നഴ്സിന്റെ മകൾക്ക് വിവാഹ സമ്മാനം വാങ്ങാനായി വീട്ടിൽ നിന്നിറങ്ങിയ സൂര്യയെ ഷിജു ആറ്റിങ്ങലിലേക്ക് വിളിച്ചു വരുത്തിയാണ് വെട്ടിക്കൊന്നതെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടുന്നു. ബസ്സിൽ സൂര്യയ്ക്കൊപ്പം ആറ്റിങ്ങലിലെത്തിയ ഷിജു ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷം ബാഗിൽ ഒളിപ്പിച്ചിരുന്ന കത്തി ഉപയോഗിച്ച് തുരുതുര വെട്ടുകയായിരുന്നു. തലയ്ക്കും മുഖത്തും കഴുത്തിലും വെട്ടുകളേറ്റ സൂര്യ രക്തം വാർന്നൊഴുകി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. നിലവിളി കേട്ട് ഓടി വന്നവരാണ് യുവതി രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതും പ്രതി ഓടി മറിയുന്നതും ആദ്യം കണ്ടതും പോലീസിനെ വിവരമറിയിച്ചതും. കൃത്യത്തിനുപയോഗിച്ച കത്തി സമീപത്തെ പുരയിടത്തിൽ നിന്ന് പോലീസ് കണ്ടെത്തി. സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട ഷിജുവിനെ അന്നു വൈകുന്നേരം കൊല്ലത്തെ ഒരു ലോഡ്ജിൽ പാരസെറ്റമോൾ ഗുളികകൾ അമിതമായി കഴിച്ചും കൈത്തണ്ടയിലെ ഞരമ്പുകൾ അറുത്തും ആത്മഹത്യാശ്രമം നടത്തിയ നിലയിലാണ് കണ്ടെത്തിയത്. 66 റെക്കോർഡുകളും വെട്ടാൻ ഉപയോഗിച്ച കത്തിയും ഉൾപ്പെടെ 63 തൊണ്ടിമുതലുകളും 52 സാക്ഷിമൊഴികളും സഹിതം 836 പേജുള്ള കുറ്റപത്രമാണ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചത്. ആറ്റിങ്ങൽ DYSP ആയിരുന്ന ചന്ദ്രശേഖരൻ പിള്ളയാണ് കുറ്റപത്രം സമർപ്പിച്ചത്.
കൊല്ലം അജിതകുമാരി കൊലക്കേസിൽ പ്രതിയുടെ നിർണായക വെളിപ്പെടുത്തലുകൾ പുറത്തുവന്നു. മൂത്ത മകന്റെ വിവാഹ നിശ്ചയം അറിയിക്കാൻ തയ്യാറാകാത്തതുകൊണ്ടാണ് അജിതയെ കഴുത്തറുത്തു കൊന്നതെന്ന് പ്രതി സുകുമാരൻ വെളിപ്പെടുത്തി. കൊല്ലാൻ ഉറപ്പിച്ചു തന്നെയാണ് അജിതകുമാരിയുടെ തയ്യൽക്കടയിലെത്തിയതെന്നാണ് പ്രതി സുകുമാരൻ ഇരവിപുരം പോലീസിനോട് വെളിപ്പെടുത്തിയത്. വർഷങ്ങളായി പിണങ്ങിക്കഴിയുകയായിരുന്ന ഭാര്യ അജിതകുമാരിയെ കൊലപ്പെടുത്തിയ ശേഷം കാശിയിലേക്കാണ് പോയതെന്നും സുകുമാരൻ പോലീസിനോട് സമ്മതിച്ചു. സുകുമാരനെ കൊലയാളിയാക്കിയതിനു പിന്നിലെ കാരണങ്ങൾ ഇങ്ങനെ സംഗ്രഹിക്കാം. വാർദ്ധക്യകാല പെൻഷൻ അപേക്ഷിക്കാൻ പലതവണ ഭാര്യയുടെ റേഷൻ കാർഡ് ചോദിച്ചിട്ടും അത് നൽകാൻ അജിത തയ്യാറായിരുന്നില്ല. താൻ അറിയാതെ തന്റെ പേര് റേഷൻ കാർഡിൽ നിന്ന് ഒഴിവാക്കിയെന്ന് സുകുമാരൻ അറിഞ്ഞിരുന്നു. മൂത്തമകന്റെ വിവാഹ നിശ്ചയം അറിയിക്കാത്തതോടെ ദേഷ്യം വർദ്ധിച്ചുവെന്നും അജിതകുമാരിയെ വകവരുത്താൻ പ്രതിക്ക് പ്രേരണയായ സംഭവങ്ങൾ ഇതൊക്കെയാണെന്നും പോലീസ് പറഞ്ഞു. സംഭവ ദിവസം രാവിലെ ചിന്നക്കടയിൽ നിന്നാണ് ഇയാൾ അജിതയെ കുത്തിവീഴ്ത്താൻ കത്തി വാങ്ങിയത്. കൊല ചെയ്ത ശേഷം ലോഡ്ജിലെത്തി വസ്ത്രം മാറി KSRTC ബസ്സിൽ കായംകുളത്തേക്കും അവിടെ നിന്ന് ട്രെയിനിൽ ചെന്നൈയിലേക്കും തുടർന്ന് കാശിയിലേക്കും പോയെന്നാണ് പ്രതിയുടെ വെളിപ്പെടുത്തൽ. തൊട്ടടുത്ത ട്രെയിനിൽ വീണ്ടും ചെന്നൈയിലേക്ക് തിരികെ എത്തി. അവിടെ നിന്നാണ് കൊല്ലത്ത് വന്നതെന്നും പ്രതി സമ്മതിച്ചു. സ്വദേശമായ തമിഴ്നാട്ടിലെ തക്കലയിൽ ഒളിവിൽ കഴിയാനായിരുന്നു സുകുമാരന്റെ പദ്ധതി. എന്നാൽ കൈവശം കരുതിയിരുന്ന പണം തീർന്നതോടെ സുകുമാരന് ചെലവുകൾക്ക് പണം കണ്ടെത്താൻ കഴിയാതെ വന്നു. തുടർന്ന് സുഹൃത്തിനു കൊടുത്ത പണം തിരികെ ആവശ്യപ്പെടാനാണ് കാശിയിൽ നിന്ന് കൊല്ലത്തെത്തിയതെന്നും പ്രതി പറഞ്ഞു. സുഹൃത്തിന്റെ വീട്ടിലേക്കുള്ള യാത്രാമധ്യയാണ് അജിതകുമാരിയുടെ ഘാതകൻ സുകുമാരൻ ഇരവിപുരം പോലീസിന്റെ കൈകളിലകപ്പെട്ടത്. പാലക്കാട് കൊപ്പത്ത് വൻ ചന്ദനവേട്ട. ലോറിയിൽ കടത്താൻ ശ്രമിച്ച 1805 കിലോ ചന്ദനമാണ് കൊപ്പം പോലീസ് പിടികൂടിയത്. വിപണിയിൽ 1.25 കോടി രൂപ വില വരുന്ന ചന്ദനമാണ് കടത്താൻ ശ്രമിച്ചത്. സംഭവത്തിൽ 2 പേരെ പോലീസ് സംഘം പിടികൂടി. പട്ടാമ്പി കൊപ്പത്ത് അനധികൃതമായി കടത്താൻ ശ്രമിച്ച ചന്ദനമാണ് പിടിച്ചെടുത്തത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊപ്പം SI MB രാജേഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ചന്ദനക്കടത്ത് പിടികൂടിയത്. മുളയങ്കാവ് പ്രദേശത്ത് ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ചന്ദനം നിറച്ച ചാക്കുകൾ ലോറിയിൽ കയറ്റുന്നതിനിടയിലാണ് പോലീസ് സംഘം സ്ഥലത്തെത്തി ചന്ദനം പിടിച്ചെടുത്തത്. 1805 കിലോഗ്രാം ചന്ദനമാണ് പിടിച്ചെടുത്തതെന്ന് പോലീസ് പറഞ്ഞു. ഗോവയിലേക്ക് കടത്താനായിരുന്നു കൊള്ളക്കാരുടെ ശ്രമമെന്നും പോലീസ് കൂട്ടിച്ചേർത്തു. വിപണിയിൽ ഏകദേശം 1.25 കോടി രൂപ വില വരുന്ന ചന്ദനമാണ് പിടിച്ചെടുത്തതെന്നും SI MB രാജേഷ് പറഞ്ഞു. കൊപ്പം മുളയങ്കാവിന് സമീപമുള്ള സരസ്വതി വിദ്യാനികേതന് മുൻവശത്തുള്ള ഒഴിഞ്ഞ പറമ്പിൽ നിന്ന് 2 വാഹനങ്ങളിൽ നിന്നായിട്ട് 82 ചാക്കോളം ചന്ദന മണമുള്ള വസ്തു പിടിച്ചെടുത്തിട്ടുള്ളത്. അതിൽ 1805 കിലോ ആണ് ഇതിൽ തൂക്കം നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഏകദേശം 1.25 കോടിയോളം രൂപ മാർക്കറ്റിൽ വിലയുള്ള ചന്ദനമാണ് നമ്മൾ പിടിച്ചെടുത്തിട്ടുള്ളത്. അതിൽ 2 പ്രതികളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ 2 ഒരു മിനി ലോറിയും മറ്റൊരു പിക്കപ്പും ഒരു ബൈക്കുമാണ് സംഭവ സ്ഥലത്ത് നമുക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. 2 പ്രതികൾ പോയിട്ടുണ്ട് അവിടെ നിന്ന് സംഭവ സ്ഥലത്ത് തന്നെ. അവരെ നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ പേരുവിവരങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അവരെയും അറസ്റ്റ് ചെയ്യും. കൂടുതൽ അന്വേഷണം നമ്മൾ ഇതിന് നടത്തി വരികയാണ്. ഏറ്റവും നമുക്ക് അവരെ ചോദ്യം ചെയ്തിരുന്ന് മനസ്സിലാക്കുന്നത് ഇത് ഗോവയിലേക്ക് കൊണ്ടുപോകാനുള്ള ചന്ദനമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ബാക്കി കൂടുതൽ അന്വേഷിച്ച ശേഷം മാത്രമേ പറയാൻ വേണ്ടി കഴിയുള്ളൂ. ചന്ദനം കടത്താൻ ശ്രമിച്ച 2 വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുളയങ്കാവിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും അനധികൃതമായി ചന്ദനം മുറിച്ചു കടത്തുന്ന മാഫിയ സംഘത്തിലെ കണ്ണികളാണ് അറസ്റ്റിലായത്. പ്രദേശവാസികളായ രാജൻ, മുസ്തഫ എന്നിവരാണ് പിടിയിലായത്. പോലീസ് വരുന്നത് കണ്ട 2 പേർ ഓടി രക്ഷപ്പെട്ടു. ഇവരെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നതായും ദിവസങ്ങൾക്കുള്ളിൽ ഒളിവിലുള്ളവരെ കയ്യാമം വെച്ച് അഴിക്കുള്ളിലാക്കുമെന്നും SI കൂട്ടിച്ചേർത്തു. SIക്ക് പുറമെ ASIമാരായ രാമകൃഷ്ണൻ, മധുസൂദനൻ, പ്രസാദ്, CPOമാരായ രാജേഷ്, സുധീഷ്, സുഭദ്ര എന്നിവരുമടങ്ങുന്ന സംഘമാണ് കൊള്ളക്കാരെ കീഴ്പ്പെടുത്തിയത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ മോഷണം നടത്തിയ കുപ്രസിദ്ധ കള്ളനെ അന്വേഷണ സംഘം തിരൂരിൽ തെളിവെടുപ്പിലെത്തിച്ചു. ചമ്രവട്ടം, തിരുനാവായ എന്നീ പ്രദേശങ്ങളിലാണ് തെളിവെടുപ്പ് പ്രധാനമായും നടന്നത്. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ വെച്ച് കഴിക്കാൻ നൽകിയ കടലക്കറി പോലീസുകാരനെ മുഖത്തൊഴിച്ച് രക്ഷപ്പെടുകയും
വിവിധ സ്ഥലങ്ങളിൽ മോഷണം നടത്തിയ കേസിലെ പ്രതിയെയാണ് പോലീസ് തെളിവെടുപ്പിനായി തിരൂരിലെത്തിച്ചത്. തിരുനാവായ, ചമ്രവട്ടം എന്നിവിടങ്ങളിൽ കടകളിലെത്തിച്ചാണ് പ്രതി തബ്സീർ ദർവീസുമായി തെളിവെടുപ്പ് നടത്തിയത്. പോലീസിനെ വട്ടം കറക്കി നിരവധി മോഷണങ്ങളാണ് പ്രതി ചെയ്തു വന്നിരുന്നത്. CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് മോഷണങ്ങൾക്ക് പിന്നിൽ ഇയാളാണെന്ന് കണ്ടെത്തിയത്. ഇതേ തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇയാൾക്കെതിരെ മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലായി നിരവധി കേസുകൾ നിലവിലുണ്ട്. മുനമ്പം മനുഷ്യക്കടത്ത് കേസിൽ ഡൽഹിയിൽ പോലീസ് അന്വേഷണം ശക്തമാക്കി. ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് 8 പേർക്ക് ടിക്കറ്റ് എടുത്ത് നൽകിയ വനിതാ ഏജന്റിനെ പോലീസ് സംഘം ചോദ്യം ചെയ്തു. ഡൽഹി അംബേദ്കർ നഗർ കോളനിയിൽ നിന്ന് നിരവധി പേർ വീട് വിറ്റ് വിദേശത്തേക്ക് കടന്നതായാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. ഡൽഹി സദർ ബസാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ട്രാവൽ ഏജന്റായ മമതയാണ് വിദേശത്തേക്ക് കടന്നുവെന്ന് സംശയിക്കുന്ന ഡൽഹി സ്വദേശികൾക്ക് കേരളത്തിലെത്താൻ വിമാന ടിക്കറ്റ് എടുത്തു നൽകിയത്. ഇവരെ അന്വേഷണ സംഘം ഇന്ന് ചോദ്യം ചെയ്തു. കമ്മീഷൻ പണത്തിനു വേണ്ടിയാണ് ടിക്കറ്റ് എടുത്തു നൽകിയതെന്നാണ് മമതയുടെ മൊഴി. നേരത്തെ ഇത്തരത്തിൽ പോയവർ വീഡിയോ കോൾ ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നവരെ സ്വാധീനിച്ചതായാണ് വിവരം. നാടുവിടുന്നവരെ വസ്തു വിൽക്കാൻ സഹായിച്ചെന്ന് സംശയിക്കുന്ന അംബേദ്കർ നഗറിലെ വസ്തു കച്ചവടക്കാരൻ സോനുവിനെ പോലീസ് ചോദ്യം ചെയ്യും. ബോട്ട് കച്ചവടത്തിന്റെ ഇടനിലക്കാരനും നിരീക്ഷണത്തിലാണ്. ഇത്രയേറെ ആളുകളെ കുത്തിനിറച്ച് ബോട്ട് തീരം വിട്ട സാഹചര്യം അതീവ ഗുരുതര സുരക്ഷാ വീഴ്ചയായാണ് വിവിധ ഏജൻസികൾ കരുതുന്നത്. 41 പേർ അനധികൃതമായി കടൽ കടക്കും വരെ ഒന്നും അറിയാൻ കഴിയാത്തതിന്റെ അമ്പരപ്പിലാണ് കൊച്ചി പോലീസ്. ഇടനിലക്കാരെ കണ്ടെത്തി ചോദ്യം ചെയ്യുന്നതിനും പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നാണ് സൂചന. തിരുവള്ളൂർ സ്വദേശിയായ ശ്രീകാന്ത് എന്ന പേരിനപ്പുറം മനുഷ്യക്കടത്തിനെക്കുറിച്ച് പോലീസിന് ഇതുവരെ മറ്റൊരു വിവരവും ലഭിച്ചിട്ടില്ല. ശ്രീകാന്തിനൊപ്പം ബോട്ടിന്റെ ഉടമയായ അനിൽകുമാറും കച്ചവടത്തിന്റെ ഇടനിലക്കാരനുമാണ് നിരീക്ഷണത്തിലുള്ള 2 പേർ. ഇന്നലെ ഇരുവരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. മനുഷ്യക്കടത്തിനെക്കുറിച്ച് അറിയില്ലെന്നാണ് ഇരുവരും പറയുന്നത്. അതിനാൽ ഇതുവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇത്രയേറെ ആളുകളെ കുത്തിനിറച്ച് ബോട്ട് തീരം വിട്ട സാഹചര്യം അതീവ ഗുരുതര സുരക്ഷാ വീഴ്ചയായാണ് വിവിധ ഏജൻസികൾ കരുതുന്നത്. അന്വേഷണം ഡൽഹി അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും തുടരുകയാണ്. ആലുവ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം ഡൽഹിയിൽ നടത്തുന്ന പരിശോധനകൾ കേസിൽ നിർണായകമാകുമെന്നാണ് പോലീസ് കരുതുന്നത്. ബോട്ടിൽ വിദേശത്തേക്ക് പോയ സംഘം താമസിച്ചിരുന്ന റിസോർട്ടുകളിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളും ഉപേക്ഷിക്കപ്പെട്ട ബാഗുകളിൽ നിന്ന് കണ്ടെടുത്ത ഫോട്ടോകളും തിരിച്ചറിയൽ രേഖകളും ഉപയോഗിച്ചാണ് അന്വേഷണം. ജ്വല്ലറി ഉടമയെ പോലീസ് കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതായി പരാതി. എറണാകുളം സെൻട്രൽ CI അനന്തലാലിനെതിരെ ബ്രോഡ്വേയിലെ ജ്വല്ലറി ഉടമ കമാലുദ്ദീനാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ഒരു മോഷ്ടാവ് കമാലുദ്ദീന്റെ ജ്വല്ലറിയിൽ സ്വർണ്ണാഭരണങ്ങൾ വിറ്റു എന്ന് വരുത്തി തീർക്കാൻ പോലീസ് ശ്രമിച്ചെന്നാണ് പരാതി. എന്നാൽ ഇങ്ങനെയൊരാൾ ഇവിടെ വന്നിട്ടില്ലെന്ന് CCTV ദൃശ്യങ്ങൾ സഹിതം കമാലുദ്ദീനെ തെളിയിക്കാനായി. ഇതോടെ തൽക്കാലം പോലീസ് പിന്മാറി. CI അനന്തലാലിനെതിരെ കമാലുദ്ദീൻ മറ്റൊരു പരാതി നൽകിയിരുന്നു. ഇതിന് പ്രതികാരമായി മോഷണം മുതൽ താൻ വാങ്ങിയതായി വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണെന്ന് കമാലുദ്ദീനും ഭാര്യയും ആരോപിക്കുന്നു. മനഃപൂർവ്വം ഞങ്ങൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ അനന്തലാലും അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ഞങ്ങളെ പുള്ളിയുടെ പേരിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അത് മനുഷ്യാവകാശ കമ്മീഷനിലും കംപ്ലൈന്റ് അതോറിറ്റിയിലും ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു കേസ് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഞങ്ങൾ ആ കടയിൽ അങ്ങനെ ഒരാൾ വന്നിട്ടില്ല, ഞങ്ങൾ അവരിൽ നിന്ന് സ്വർണം മേടിച്ചിട്ടില്ല. എന്നാൽ തന്റെ നിർദ്ദേശപ്രകാരം ആരും ജ്വല്ലറിയിൽ തെളിവെടുപ്പിനായി പോയിട്ടില്ലെന്നും സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്നുമാണ് CI അനന്തലാലിന്റെ നിലപാട്. വിവാദമായ സാന്ദ്ര തോമസ് കേസുമായി ബന്ധപ്പെട്ട് കമാലുദ്ദീൻ അടക്കമുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്തത് അനന്തലാലായിരുന്നു. എന്നാൽ ഇത് വ്യാജ പരാതി ആണെന്നതിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാക്കി വരികയാണ്. ഈ കേസിൽ മാധ്യമങ്ങൾക്ക് തെറ്റായി വാർത്ത നൽകിയ പരാതിയിൽ അനന്തലാലിന് സിറ്റി പോലീസ് കമ്മീഷണർ വാർണിംഗ് മെമ്മോയും അന്ന് നൽകിയിരുന്നു. ശബരിമല വിവാദത്തിൽപ്പെട്ട കനകദുർഗ ഭർത്തൃമാതാവിനെ മർദ്ദിച്ചുവെന്ന പരാതിയിൽ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തു. ഭർത്താവിന്റെ അമ്മ സുമതി നൽകിയ പരാതിയിന്മേലാണ് പോലീസ് നടപടി. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ശബരിമല ദർശനം നടത്തിയ കനകദുർഗ ഇന്നലെയാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. വീട്ടിൽ തിരിച്ചെത്തിയ കനകദുർഗയെ ഭർത്താവിന്റെ അമ്മയും ബന്ധുക്കളും ചേർന്ന് മർദ്ദിച്ചിരുന്നു. തുടർന്നാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇതിനിടെ കനകദുർഗ മർദ്ദിച്ചെന്നാരോപിച്ച് ഭർത്താവിന്റെ അമ്മ സുമതി പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി.
കനകദുർഗയുടെ സുരക്ഷയ്ക്ക് 4 പോലീസുകാർ വീടിന് പുറത്ത് ഡ്യൂട്ടിയിലുള്ളപ്പോഴാണ് വധശ്രമം അരങ്ങേറിയത്. പെരിന്തൽമണ്ണ ആനമങ്ങാട് സപ്ലൈകോ മാനേജർ ഇൻചാർജായ കനകദുർഗയുടെ അവധി ഇന്നലെ അവസാനിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഒളിത്താവളത്തിൽ നിന്ന് കനക വീട്ടിലെത്തിയത്. കഴിഞ്ഞ ദിവസം കനകദുർഗയെ മർദ്ദിച്ചുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ സുമതിക്കെതിരെയും പോലീസ് കേസെടുത്തിരുന്നു. സുഹൃത്തും സംഘവും ബലാത്സംഗം ചെയ്തുവെന്ന പരാതിയുമായി യുവതി രംഗത്തെത്തി. ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി നൽകിയ ശേഷമാണ് പ്രതികൾ ക്രൂരമായി പീഡിപ്പിച്ചതെന്നും യുവതി ഡൽഹി പോലീസിന് നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നു. സുഹൃത്തും സംഘവും ബലാത്സംഗം ചെയ്തുവെന്നാണ് യുവതിയുടെ പരാതി. ഡൽഹിയിൽ തിങ്കളാഴ്ച രാത്രിയാണ് ക്രൂരത അരങ്ങേറിയത്. യുവതിയുടെ കരച്ചിൽ കേട്ട വഴിയാത്രക്കാരനാണ് പോലീസിനെ വിവരം അറിയിച്ചത്. ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി യുവതിയുടെ സുഹൃത്തിനെ പിടികൂടി. 30-കാരനായ അമിതാണ് പിടിയിലായത്. അമിത്തിന്റെ സുഹൃത്തിനും സംഭവത്തിൽ പങ്കുണ്ടെന്ന് പോലീസ് കൂട്ടിച്ചേർത്തു. ഉത്തർപ്രദേശിലെ ഭഗത്പത് നിവാസിയായ അമിത് ബിസിനസ്സുകാരനാണെന്നും പോലീസ് വ്യക്തമാക്കി. യുവതിയുടെയും അമിത്തിന്റെയും പൊതു സുഹൃത്താണ് ഇരുവരെയും പരസ്പരം പരിചയപ്പെടുത്തിയത്. കുറഞ്ഞ പലിശ നിരക്കിൽ ഹോം ലോൺ വാഗ്ദാനം ചെയ്താണ് യുവതിയെ പ്രതി വലയിലാക്കിയത്. തുടർന്ന് ലോണിനെക്കുറിച്ച് സംസാരിക്കാൻ തിങ്കളാഴ്ച കൂടിക്കാഴ്ചയ്ക്കെത്തിയ യുവതിയെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി നൽകി അമിത് ബോധരഹിതയാക്കുകയായിരുന്നു. തുടർന്നാണ് ക്രൂരമായ കൂട്ടബലാത്സംഗം അരങ്ങേറിയത്. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടി. നടി പ്രിയ പ്രകാശ് വാര്യരുടെ ആദ്യ ബോളിവുഡ് ചിത്രം നിയമക്കുരുക്കിൽ. അന്തരിച്ച നടി ശ്രീദേവിയുടെ ഭർത്താവാണ് സിനിമയ്ക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചത്. പ്രിയ വാര്യരുടെ ബോളിവുഡ് അരങ്ങേറ്റ ചിത്രമാണ് ശ്രീദേവി ബംഗ്ലാവ്. പ്രശാന്ത് മാമ്പുള്ളി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ആദ്യ ടീസർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു. തുടർന്നാണ് ചിത്രത്തിനെതിരെ വക്കീൽ നോട്ടീസുമായി നടി ശ്രീദേവിയുടെ ഭർത്താവും നിർമ്മാതാവുമായ ബോണി കപൂർ രംഗത്തെത്തിയത്. ചിത്രത്തിന് നടി ശ്രീദേവിയുടെ മരണവുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് നോട്ടീസ്. സൂപ്പർ നായികയാണ് താൻ ശ്രീദേവി ബംഗ്ലാവിൽ അവതരിപ്പിക്കുന്നതെന്ന് പ്രിയ വാര്യർ വെളിപ്പെടുത്തിയിരുന്നു. പുറത്തെത്തിയ ടീസറിൽ ഒരു കഥാപാത്രം ബാത്ടബിൽ മരിച്ചു കിടക്കുന്നതിന്റെ ദൃശ്യങ്ങളും അണിയറക്കാർ ഉൾപ്പെടുത്തിയിരുന്നു. ശ്രീദേവിയുടെ മരണവുമായി സാമ്യമുള്ള ദൃശ്യങ്ങളും സംഭാഷണ ശകലങ്ങളുമാണ് സിനിമയ്ക്കെതിരെ കേസ് കൊടുക്കാൻ ബോണി കപൂറിനെ പ്രേരിപ്പിച്ചതെന്നാണ് വിവരം. അതേസമയം ബോണി കപൂറിൽ നിന്നും വക്കീൽ നോട്ടീസ് ലഭിച്ച വിവരം സംവിധായകൻ പ്രശാന്ത് സ്ഥിരീകരിച്ചു. ചിത്രത്തിൽ ശ്രീദേവി എന്നത് ഒരു കഥാപാത്രവും നടിയുമാണെന്നും മറ്റാരുമായും സിനിമയ്ക്ക് ബന്ധമില്ലെന്നുമാണ് സംവിധായകന്റെ പക്ഷം. കഴിഞ്ഞ വർഷമാണ് ബാത്ടബിൽ വീണ് നടി ശ്രീദേവി മരിച്ചത്. ശ്രീദേവിയുടെ മരണം സംബന്ധിച്ച് ചില ദുരൂഹതകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു.